കഴിയാറായി. നാടും നഗരവും എല്ലാം ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾക്കുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. നമുക്കറിയാം കൊച്ചിയെ സംബന്ധിച്ച് എന്തൊരു സെലിബ്രേഷൻ വരികയാണെങ്കിൽ ആദ്യം ബ്രോഡ്വേയിൽ നിന്നായിരിക്കും തുടക്കം. അപ്പോൾ നമ്മൾ ഇന്നും ബ്രോഡ്വേയിലാണ്. അപ്പോൾ ബ്രോഡ്വേയിലെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളുടെയും ഒക്കെ കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കച്ചവടം നല്ല കച്ചവടമാണ്. കാരണം റീറ്റെയിൽ കച്ചവടമാണ് കൂടുതൽ വരുന്നത്. ഹോൾസെയിലിൽ കുറവാണ്. ഇവിടെ അടിച്ച് കയറുന്നത് കംപ്ലീറ്റ് റീറ്റെയിൽ ആൾക്കാരാണ്. പിന്നെ ഒരു സാധനം എടുക്കാൻ പറഞ്ഞെങ്കിൽ 10 ആൾ കൂടെ ഉണ്ട്. ആകെ തിരക്കാണ് മാർക്കറ്റ് ബസാറിൽ, മേത്ര ബസാറിൽ. സാധാരണ കാണാൻ വരാൻ ലൈഫ് ഫോട്ടോ എടുക്കാൻ വരുന്നവരാണ് കൂടുതൽ. ഒരാളിലപ്പം 10 ആൾ വരുന്നുണ്ട്. അപ്പോൾ കച്ചവടം നടക്കുന്നില്ല ശരിക്ക്. എന്നാലും റീറ്റെയിൽ ചില ആൾക്കാരൊക്കെ ഉള്ളി സൈഡിൽ വന്നിട്ട് സാധനം എടുത്ത് പോകുന്നുണ്ട്. ഫ്രണ്ട് സൈഡിലൊന്നും കച്ചവടം നടക്കണില്ല. കാരണം തിക്കും തിരക്കും ബഹളമാണ്. ആകെ കച്ചവടം നടക്കണില്ല. കാരണം സാധനം മേടിക്കാൻ നിൽക്കാൻ പറ്റണില്ല. സാധനങ്ങളുണ്ട്, മേടിക്കാൻ പറ്റണില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കളവും കാര്യങ്ങളൊക്കെയും പോകുന്നുണ്ട്. പോക്കറ്റ് അടി എല്ലതും നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ. സാധനങ്ങളൊക്കെ കൊണ്ടുവന്നൊക്കെ തീർന്നു. ഒരു മാലയ്ക്ക് ഭയങ്കര ഡിമാൻഡായി. ഗ്രീൻ മാലയ്ക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡായിരിക്കുന്നത്. അത് ഇവിടെ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും കിട്ടാനില്ല, വരുത്തുന്നോടൊന്നും അതും കിട്ടാനില്ല. അങ്ങനെയാണ്. തിരക്ക് ഒരു മാസമാവണു. എല്ലാ ചാനലുകാരും ഇവിടെ വരുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ 2 ചാനലുകാരും വേറെ വന്നു. എല്ലാം ഇതും എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. അത് നല്ല ഒരു ഇതാണ്. കാരണം കച്ചവടം നല്ലൊരു ഇതാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ ഒരു ഇതൊക്കെ ഒതുങ്ങി, സാധനങ്ങളൊക്കെ തീർന്നു തുടങ്ങി. ഇനി ആഴ്ചകളുണ്ടല്ലോ, ഒരാഴ്ച കൂടി ഉണ്ടല്ലോ. ഒരാഴ്ച കൂടി ഉണ്ടെങ്കിൽ നല്ല ഒരു കച്ചവടം കൂടി നടക്കും. സ്കൂൾ പൂട്ടിയാൽ ഒന്നുകൂടി സ്പീഡ് കൂടും, തിരക്ക് കൂടും ചെയ്യും.